നമുക്കൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് തിരുമ്മി വെക്കണം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് പച്ച മാങ്ങ തന്നെയാണ് കേട്ടോ, പുളിയുള്ള മാങ്ങ തന്നെയാണ്. യെല്ലോ കളറിനിട്ട് ചുരച്ച മാങ്ങയെന്ന് വിചാരിക്കരുത് കേട്ടോ. പിന്നെ അച്ചാറിലേക്ക് കായം വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കായത്തിൻ്റെ കട്ടയാണ് കേട്ടോ വറുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കായപ്പൊടി ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. പിന്നെ കായം ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ചു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മിക്സ് ചെയ്ത് വെച്ചാൽ മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാങ്ങ ഒരുപാടങ്ങ് വാടിയും പോകരുത്, വെന്തും പോകരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരു ഫ്രഷ്നെസ് ഉണ്ടാവണം കേട്ടോ മാങ്ങയ്ക്ക്. മാങ്ങ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കായം പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കായം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മാങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. വിനീഗർ ചേർത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലാസ്റ്റ് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലെണ്ണ ചേർത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അച്ചാർ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ചില്ലുകുപ്പിയിലേക്കോ ഭരണിയിലേക്കോ മാറ്റാം. ഏതിലേക്കാണോ മാറ്റുന്നത്, ചില്ലുകുപ്പിയിലേക്കാണ് മാറ്റുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിലെല്ലായിടത്തേക്കും കുറച്ച് നല്ലെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അച്ചാർ ഇട്ട് വെക്കാനായിട്ട്. അച്ചാർ ഭരണിയിലേക്കോ കുപ്പിയിലേക്കോ മാറ്റിയതിന് ശേഷം അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് മുകളിലായിട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേടാവില്ല കേട്ടോ. അതുപോലെ മിക്കവാറും മാങ്ങ അച്ചാർ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിനൊരു പൂപ്പൽ ടേസ്റ്റ് വരും. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അതും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.